സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഈ ഓണം ഗംഭീരമാണ്. സേക്രഡ് സ്നേഹത്തിന്റെ
അധ്യാപകരെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. സേവാ കാലത്തെ ഓണാഘോഷ പരിപാടിയായ ഓണപ്പുലരി 2025 എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നതിനാണ് ഞാൻ ഹാൻസി മത്സരം മഹാബലി തമ്പുരാന്റെ അസുവർണ കാലത്തിന്റെ ഓർമ്മ പുതുക്കലായ ഈ ദിനം ആഘോഷമാക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു എത്തിച്ചേരുന്ന വിശിഷ്ടാതികളായ കുമാരി അനിത സുരേന്ദ്രനെയും കുമാരി സ്നേഹജീവിതയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുട്ടികളെ സ്നേഹിക്കുന്ന പ്രിൻസിപ്പൽ ചെറിയും സ്നേഹാദര സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സ്വാഗതം ചെയ്യുന്നു. പബ്ലിക് സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീമതി സിദ്ധു മാഡത്തെയും ഏത് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രധാന അധ്യാപിക ശ്രീമതി ബിന്ദു മാഡത്തെ സന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടികളിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും കൂട്ടുകാരെയും സന്തോഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എല്ലാ അധ്യാപകരെയും ചേച്ചിമാരെയും മറ്റുള്ള സ്റ്റാഫ് അംഗങ്ങളെയും സ്നേഹിതരെയും സ്വാഗതം ചെയ്യുന്നു. പൂക്കളവും പൂക്കൊലിയും പുലികളികളുമായി മാവേലി മണ്ണിനെ മലയാളികൾ തയ്യാറായി നിൽക്കുകയാണ്. കള്ളവും ചതിയും പുലികളും ഇല്ലാത്ത സ്നേഹവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ ഈ ഓണക്കാലം എന്നാശിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഈ കഥ നടക്കുന്നത് അങ്ങ് പാതാള ലോകത്തിലാണ്. അവിടെയതാ മഹാബലി ചക്രവർത്തി തന്റെ സുവർണ കാലഘട്ടത്തിന്റെ മധുര സ്മരണകൾ സ്വപ്നം കണ്ടുകൊണ്ട് ഗാഠനിദ്രയിലാണ്. പാതിരാപ്പൂ വേണം, പാതിരാരാവ് വേണം, പാതിരാപ്പൂ വേണം, പാതിരാരാവ് വേണം, പാടിക്കളിക്കുവാനായാലിമ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിനോളം തുള്ളുമ്പോൾ പാതിരാപ്പൂ വേണം, പാതിരാരാവ് വേണം, പാതിരാപ്പൂ വേണം, പാതിരാരാവ് വേണം, പാടിക്കളിക്കുവാനായാലിമ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിനോളം പാതിരാപ്പൂ വേണം, പാതിരാരാവ് വേണം, പാതിരാപ്പൂ വേണം, പാതിരാരാവ്
അതൊരു സ്വപ്നമായിരുന്നു. ആ, അതൊക്കെ ഒരു കാലം. എന്ത് രസായിരുന്നു. എന്താണ് ഇവിടെ ബഹളം? എടോ ബഡ, തന്നോടല്ലേ ചോദിച്ചത്? എന്താണ് ഇവിടെ ഒരു ബഹളം? ഞങ്ങളിവിടെ പുതിയ റീൽസ് കാണുകയായിരുന്നു. ഇതല്ലേ ഇപ്പൊ വൈറൽ? വൈറലോ? അതല്ല ബ്രോ, വൈറൽ എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ്. ബ്രോയോ? നമ്മെ വിളിക്കണ കേട്ടില്ലേ? ശിവ ശിവ. ഞാനെപ്പോഴാണോ തന്റെ ബ്രോ ആയത്? എടോ, മഹാരാജാവാണ്, ബഹുമാനിക്ക്. രാജാവോ? അതൊക്കെ പണ്ട്. ഇപ്പൊ എല്ലാരും ചങ്ബ്രോസ് അല്ലേ? കാലം പോയൊരു പോക്കേ. നമ്മെ വിളിച്ചത് കേട്ടില്ലേ? അതൊക്കെ നമ്മുടെ പ്രജകൾ. എന്ത് രസമായിരുന്നു ആ കാലം. അതിരിക്കട്ടെ, വിശന്നിട്ട് വയറ് കത്താൻ തുടങ്ങി. ആരോടെ? രാജൻ. മന്ത്രി, നമ്മുടെ ഭക്ഷണം എവിടെ? അത് പിന്നെ ഇന്ന് നമ്മുടെ കുശിനക്കാരൻ വന്നില്ല, അതുകൊണ്ട്. അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അത് ഇത്ര വലിയ കാര്യമാണോ? ആ സ്വിഗ്ഗി അങ്ങോട്ട് തന്നെ. ആ മൊബൈൽ ഒന്ന് എടുത്തു കുത്തിയാൽ എന്തു വേണമെങ്കിലും മുമ്പിലെത്തൂല്ലോ. എന്താ, ശരിയല്ലേ? ആ, സ്വിഗ്ഗി എങ്കിൽ സ്വിഗ്ഗി. കഷ്ടം, എന്ത് പറയാനാ. ഇതെന്താ? ഓഗസ്റ്റ് 15 കഴിഞ്ഞില്ലേ? അതിന്റെ റീൽസ് കാണുകയായിരുന്നു. അപ്പൊ നമുക്ക് പ്രജകളെ കാണാനുള്ള സമയമായി അല്ലേ മന്ത്രി? അതെ രാജൻ, ഇത്തവണ അങ്ങക്ക് എവിടെ പോണം പറയൂ. ഈ വിമാനത്തിലേക്ക് പോണെങ്കിൽ ഞാനും ഉണ്ടോ? വിമാനത്തിലോ? ഞാനില്ല. അത് എപ്പോഴാ തകർന്നു വരുന്നെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ശരിയല്ലേ നാം പറഞ്ഞത്? നാം എന്തായാലും വിമാനത്തിലില്ല. അപ്പോ അങ്ങോട്ടാണ് പോകുന്നില്ലേ? പോകാതെ പിന്നെ നമുക്ക് നമ്മുടെ പ്രജകളെ കാണാതിരിക്കാൻ പറ്റുമോ? കുറേയല്ലോ നമ്മുടെ പ്രജകൾ. കാലെന്നൊക്കെ പറയുന്നു. എന്താണ് കാലത്തിന്റെ പ്രത്യേകത? അതോ, തനിക്ക് ഞാൻ പറഞ്ഞു തരാം. എന്റെ ഒപ്പം വരൂ. പണ്ട് കേരളം ഭരിച്ചിരുന്ന ധർമ്മിഷ്ഠനും ദാനശീലനുമായ ചക്രവർത്തിയായിരുന്നു മഹാബലി. പ്രജകളെല്ലാം അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അതീവ സന്തുഷ്ടരായിരുന്നു. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. അങ്ങനെ മഹാബലിയുടെ പേരും പെരുമയും ജനപ്രീതിയും വാനോളമുയർന്നു. ഈ പെരുമയിൽ അസൂയ പൂണ്ട ദേവേന്ദ്രൻ തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് വിഷ്ണു ഭഗവാൻ മുൻപിലെത്തി സങ്കടം ബോധിപ്പിച്ചു. മഹാബലി വലിയ ദാനശീലനാണെന്ന് അറിയാമായിരുന്ന വിഷ്ണു ഭഗവാൻ ഒരു ദരിദ്ര ബ്രാഹ്മണ ബാലകനായ വാമനന്റെ വേഷത്തിൽ യാഗശാലയിലെത്തുകയും ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. അല്ലയോ ബ്രാഹ്മണ ബാലക, അങ്ങയുടെ ഈ വരവ് എന്തിനെന്നറിയിച്ചാലും. രാജൻ, അങ്ങ് മഹാദാനശീലനല്ലേ? അടിയന് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് നൽകാമോ? വെറും 3 അടി മണ്ണോ? മറ്റൊന്നും അങ്ങേക്ക് വേണ്ടേ? മതി രാജൻ, അങ്ങ് നമ്മെ ഇക്കാൽപാദം കൊണ്ട് 3 അടി മണ്ണ് അളന്നെടുക്കാൻ അനുവദിച്ചാലും അങ്ങയുടെ ഇച്ഛ പോലെ ബാലക. മഹാബലി ഇത് പറഞ്ഞ നിമിഷം ബ്രാഹ്മണ ബാലന്റെ വേഷം പൂണ്ട വിഷ്ണു ഭഗവാൻ ഒരു കാലടി കൊണ്ട് ഭൂമിയും 2ാമത്തെ അടി കൊണ്ട് ആകാശവും അളന്നു. 3ാമത്തെ കാലടി വയ്ക്കാൻ സ്ഥലം കാണാതെ അദ്ദേഹം ചക്രവർത്തിയോട് ഇപ്രകാരം ആരാഞ്ഞു. രാജൻ, 3ാമത്തെ കാലടി ഞാൻ
ഭഗവാനെ, അങ്ങ് ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. മൂന്നാമത്തെ കാലടി അങ്ങേക്ക് എന്റെ ശിരസിൽ വെക്കാവുന്നതാണ്. രാജൻ, ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചാലും. പ്രഭു, വർഷത്തിലൊരിക്കൽ എന്റെ പ്രജകളെ വന്ന് കാണാൻ മാത്രം അങ്ങനെ അനുവദിച്ചാൽ മതി. മറ്റൊന്നും എനിക്ക് വേണ്ട. തഥാസ്തു. അന്നു തുടങ്ങി എല്ലാ വർഷവും ഐശ്വര്യത്തിന്റെ മാസമായ ചിങ്ങത്തിൽ തന്റെ പ്രജകളെ സന്ദർശിക്കാനുള്ള വരം നൽകിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ തന്റെ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. അന്നു തുടങ്ങി എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ മഹാബലിയെ സ്വീകരിക്കുന്നതിനാണ് കേരളീയർ ഓണം ആഘോഷിക്കുന്നത്. പുതുവസ്ത്രമണിഞ്ഞും പൂക്കളവും സദ്യയുമൊരുക്കി അദ്ദേഹത്തെ പ്രജകൾ കാത്തിരിക്കും. മഹാബലി തമ്പുരാനോട് എന്തൊരു സ്നേഹമാണല്ലേ. അതെ അതെ, അവിടെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കാണും. ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10ാം ദിവസമായ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന വിവിധ തരം ആഘോഷങ്ങളുണ്ടവിടെ. എനിക്ക് അവിടത്തെ വിശേഷങ്ങളൊക്കെ കൂടുതൽ അറിയണം. ഇത്തവണ അങ്ങയോടൊപ്പം ഞാനും വന്നോട്ടെ. എനിക്കും കാണണമെന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടി പോകാൻ പറ്റൂലല്ലോ. നിങ്ങൾക്ക് കാണണം. പക്ഷേ എങ്ങനെ ഞങ്ങളെയും കൊണ്ടുപോവോ? അതിനിപ്പോ അതുവരെ പോകണമെന്നൊന്നുമില്ല. ആ ഗൂഗിൾ ടി വി ഒന്ന് കണക്ട് ചെയ്താ പോരെ? എന്ത് വേണമെങ്കിലും ഇവിടെ ഇരുന്ന് കാണാലോ. അതെങ്ങനെ? എന്നാൽ അതൊന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കൂ. അവിടുത്തെ മൃഗങ്ങളൊക്കെ നമുക്കും കാണാലോ. വേഗം ആയിക്കോട്ടെ. ഇത് ശരിയാവുന്നില്ലല്ലോ. ഇതെന്താണ് മന്ത്രി, ഇത് ലോഡാവുന്നില്ലല്ലോ. എന്നാൽ അങ്ങേക്ക് ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടില്ലേ? അവരുടെ പരിപാടിയൊക്കെ സൂപ്പറാ. അതെവിടെയാ മന്ത്രി? അത് കേരളത്തിലെ ഫേമസ് ആയ ഒരു വിദ്യാലയമാണ്, സെക്കഹാസിയമായി കിൻഡർ ഗാർഡൻ. അവിടുത്തെ കുഞ്ഞു മക്കളുടെ എല്ലാ ആഘോഷങ്ങളും വൈറലാണെന്ന്. അവര് സൂപ്പറാ. ഇത് മതി. ഇതാ നോക്കൂ, അവിടെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത്തവണ ഓണാഘോഷത്തിനൊപ്പം കുട്ടികളുടെ കലോത്സവമായ മുദിതയുടെ ലോഗോ പ്രകാശനവും നടക്കുന്നുണ്ട്. മുദിതയോ? അതെന്താ? അതിന്റെ അർത്ഥം അറിയില്ലേ? അതൊരു സംസ്കൃത വാക്കാണ്. മുദിത എന്നാൽ മറ്റുള്ളവരുടെ വളർച്ചയിലും വിജയത്തിലും സന്തോഷിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ്. എന്താ എനിക്ക് മനസ്സിലായില്ല. അതായത് കുഞ്ഞുങ്ങളുടെ നേട്ടങ്ങളിലും വിജയങ്ങളിലും അവരുടെ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും സന്തോഷം തോന്നില്ലേ? അതുപോലെ മറ്റൊരാളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നതാണ് മുദിത എന്ന് പറയുന്നത്. ഇപ്പോ മനസ്സിലായോ? ശരിയാ. എസ്എച്ചിലെ നമ്മുടെ അച്ഛനും ടീച്ചേഴ്സും എല്ലാം അങ്ങനെ തന്നെയാ. ഉചിതമായ പേര് തന്നെ. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. Good morning, everyone. It's time to unveil something truly exciting. The official logo, Mudita 2025. Mudita is not a name, it is spirit, and that's exactly what is in the school fest celebrates. Talent, togetherness, and shared joy. And now, we're moments away from revealing the face of this fest, the symbol that captures its energy and essence. Nothing in your creation is in vain. From birth, children are blessed with unique talents, like tender leaves unfolding. Their intelligence blooms when nurtured with love, care, and prayer. Mudita is the joy that arises from witnessing this blossoming, a celebration of growth, goodness, and shared happiness. Now, with hearts full of joy, we unveil the vibrant Mudita logo. We are honored to have with us Ms. Anita Sulite, a young icon of talent and inspiration.
I now want her to unveil the Mudita logo and share in this joyful moment. Bold, bright, and brimming with the joy that Mudita stands for. Thank you to our dignitaries for doing the honors and being part of this special moment. The weight is over, colors are rising, and the joy is spreading. Let's carry this joy forward as we gear up for the celebrations that await. Let Mudita 2025 begin with joy, with color, and celebration. Thank you. ഈ ആഘോഷനാളിന് മുന്നിൽ കിടക്കുന്ന മാറ്റേകാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന കുമാരിയെ അനികാസുരേന്ദ്രനെ കുറിച്ച് കുറച്ചു വാക്കുകൾ പങ്കുവയ്ക്കുന്നതിനായി ശ്രീമതി ദീപ ഡേവിസിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മലയാള സിനിമാ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ കലാകാരി കുമാരി അനിക സുരേന്ദ്രനാണ്. ബാലതാരമായി സിനിമാ രംഗത്ത് പ്രവേശിച്ച കുമാരി അനിക സ്വാഭാവികമായ അഭിനയവും മനോഹരമായ സാന്നിധ്യവും കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. മലയാളത്തോടൊപ്പം തമിഴ് സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഏറ്റവും പ്രതീക്ഷയുണർത്തുന്ന യുവതാരങ്ങളിൽ ഒരാളായി മാറിയിരിക്കുന്നു. കഥ തുടരുന്നു. എനയറിന്താൽ, വിശ്വാസം, ബുട്ടബൊമ്മ, കപ്പേള തുടങ്ങിയ നിരവധി സിനിമകളിൽ തന്റെ തനതായ അഭിനയത്തിലൂടെ കഴിവ് തെളിയിച്ച അനിക നമ്മുടെ SH കോളേജിലെ വിദ്യാർത്ഥിനിയാണെന്നത് നമുക്ക് ഏറ്റവർക്കും ഏറെ അഭിമാനമുള്ള കാര്യമാണ്. സിനിമയിലൂടെ ചെറുപ്പക്കാർക്ക് പ്രചോദനമായി മാറിയ നമ്മുടെ പ്രിയ താരത്തെ ഇന്നത്തെ ഓണപ്പുള്ളിയുടെ മുഖ്യാതിഥിയായ മിസ് അനിക സുരേന്ദ്രനെ ഈ വേദിയിലേക്ക് എന്റെ പേരിലും നമ്മുടെ SH ഫാമിലിയുടെ പേരിലും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഓണാശംസ നേർന്നും 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. And a big thank you to the invited എല്ലാവരും. Thank you so much. And എൻ്റെ അമ്മ ഒരു കിൻഡർഗാർട്ടൻ ടീച്ചറായിരുന്നു. സോ എനിക്ക് ഇങ്ങനത്തെ ഓണം സെലിബ്രേഷൻസ് മേഡപ്പ് ഹ്യൂജ് ചങ്ക് ഓഫ് മൈ ലൈഫ്. സോ യൂഷ്വലി ഞാൻ നാട്ടിലിരുന്നിട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. ബിക്കോസ് അമ്മ ടീച്ചറായിരുന്നല്ലോ. ഇതെനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഇവൻ്റാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദാറ്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഐ നോ ദി എഫേർട്ട് ദാറ്റ് ഗോസ് ഇൻ ടു എ പ്രോഗ്രാം ലൈക്ക് ദിസ്. സോ ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ് ടു എവ്രിബഡി. കാരണം അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഡ്രസ്സപ്പൊക്കെ ചെയ്ത് കാണാനായിട്ട്. ആൻഡ് ഒബ്വിയസ്ലി 27th Mudita is happening. All the best to that as well. ആൻഡ് എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. സേവികാ സ്കൂളിലെ സ്നേഹോപകാരം കുമാരി അനികയ്ക്ക് നൽകുന്നതിനാൽ ബഹുമാനപ്പെട്ട വർഗീസ് സച്ചിനെ ക്ഷണിച്ചു. വളരെ മനോഹരമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണണേ. ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്ന? അതാ അവിടെ ഓണപ്പാട്ടിനായി കുഞ്ഞു മക്കൾ റെഡിയായി നിക്കണ കണ്ടോ?
നമുക്കതൊന്ന് കേട്ടാലോ? ഓണപ്പാട്ട് ഗംഭീരമായിരുന്നു. ഇവിടെ ഡാൻസ് ഒന്നുമില്ലേ? ഡാൻസ് ഇല്ലേന്നോ? അതാ അങ്ങോട്ടൊന്ന് നോക്കിയേ. തിരുവാതിര, പുലിക്കളി, വള്ളംകളി, അങ്ങനെ എല്ലാവരും ഇതാ നിരനിരായി വരുന്ന കണ്ടില്ലേ? ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്പ്രതം വിഭവം തേ ഹൃദമായി വ്രീളയിതിന്നില്ലഞ്ഞു വേള ഇതല്ല
അവസരമില്ല. വികൃത ഹൃദയ ഞങ്ങൾ വികിരങ്ങളല്ല, വെറുതെ ഞങ്ങളെ കൊല്ലുവാൻ അവസരമില്ല. വിരവിൽ നിന്നെ ചതിച്ചതിരുതുള്ള ഞങ്ങളെല്ലാം വിപുല മഹിമ തേടും ചൂതുകൾ ചൊല്ലാം. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്രതം. വിഭവം തേ ഹൃദയമായി പ്രീളയിതില്ലഞ്ഞു വേളയിതല്ല. വിഫലം തേ വൈരസേനേ വാഞ്ചിതം സാമ്രതം. വാഞ്ചിതം സാമ്രതം. വാഞ്ചിതം സാമ്രതം. മായമുള്ള രക്കന്മാരിൽ മുമ്പനാം മാരീചൻ, പോയവനും കാനനത്തിൽ പൊൻമൃഗമായിട്ട്. കായമൊക്കെ ഹേമനീറും വെള്ളിമാൻ കുളുമ്പ്, മായാദേവി സീത മുന്നിൽ ചെന്നു വീളയാടി. മാനിനെ പീഡിപ്പതിനായി രാമദേവൻ പോയി, അടുത്തു ചെല്ലും നേരത്തിങ്കൽ എടുത്തു ചാടിയിട്ടോടും. എടുത്തു ബാണം തൊടുത്തു വിട്ടു, തറച്ചുമാൻ കരഞ്ഞു. കരച്ചിൽ കേട്ടു ജനകപുത്രി അയച്ചു ലക്ഷ്മണനെ. പക്ഷിതന്റെ പക്ഷമറുത്തം രക്ഷിതീയിട്ടു, ഉഷസിതാരം അടവി തന്നെ മധുവനത്തിൽ പൊങ്ങി. മധുവനത്തിൽ പൊങ്ങി. പരമശിവാ ദേവാ പാർവതി വല്ലഭ ശരണം നീയേ ദേവാ ശരണം നീയേ. കരണമേ സൗഭാഗ്യം മുക്തിവിനായക, കരണമേ സൗഭാഗ്യം ദേവദേവാ. കരണമേ സൗഭാഗ്യം ദേവദേവാ. കരണമേ സൗഭാഗ്യം ദേവദേവാ. ഒന്നാം വള്ളിയുടെ വള്ളിക്കെട്ട് കേറിക്കോ പെണ്ണെ പൂവറിക്കാൻ. 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 പൂ കണ്ടോ പൂമരം കണ്ടോ എന്തുകൊണ്ട് പിന്നെ പൂവരുന്നു. 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 പൂവറിക്കടി പൂക്കണ്ണി കുത്തടി കോർത്താണ് കളി മങ്കപ്പെണ്ണെ. പൂവറിക്കടി പൂക്കണ്ണി കുത്തടി കോർത്തിണക്കടി മങ്കപ്പെണ്ണെ. പൂവറിക്കടി പൂക്കണ്ണി കുത്തടി കോർത്താണ് കളി മങ്കപ്പെണ്ണെ. പൂവറിക്കടി പൂക്കണ്ണി കുത്തടി കോർത്തിണക്കടി മങ്കപ്പെണ്ണെ. പൂവറിച്ച പൂക്കണ്ണി കുത്തടി കോർത്താണ് കളി മങ്കപ്പെണ്ണെ. പൂവറിക്കടി പൂക്കണ്ണി കുത്തടി കോർത്തിണക്കടി മങ്കപ്പെണ്ണെ. പൂവറിച്ചവൾ പൊങ്കവരുന്നപ്പോൾ പൊങ്കവനത്തിലൊരമ്പലമേ. പൂവറിച്ചവൾ പൊങ്കവരുന്നപ്പോൾ പൊങ്കവനത്തിലൊരമ്പലമേ. അമ്പലം കണ്ടവൾ അന്തം മറിഞ്ഞവൾ അമ്പലത്തിൽ കൂടി കൊണ്ടവളെ. അമ്പലം കണ്ടവൾ അന്തം മറിഞ്ഞവൾ അമ്പലത്തിൽ കൂടി കൊണ്ടവളെ. രണ്ടാം വള്ളിയുടെ വള്ളിക്കെട്ട് കേറിക്കോ പെണ്ണെ പൂവറിക്കാൻ. 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 പൂ കണ്ടോ പൂമരം കണ്ടോ എന്തുകൊണ്ട് പിന്നെ പൂവരുന്നു. പൂ കണ്ടോ പൂമരം കണ്ടോ എന്തുകൊണ്ട് പിന്നെ പൂവരുന്നു. പൂവറിക്കടി പൂക്കണ്ണി കുത്തടി കോർത്തിണക്കടി മങ്കപ്പെണ്ണെ. പൂവറിക്കടി പൂക്കണ്ണി കുത്തടി കോർത്തിണക്കടി മങ്കപ്പെണ്ണെ. പൂവറിച്ചവൾ പൊങ്കവ ചെന്നപ്പോൾ പൊങ്കവനത്തിലൊരമ്പലമേ. പൂവറിച്ചവൾ പൊങ്കവ ചെന്നപ്പോൾ പൊങ്കവനത്തിലൊരമ്പലമേ.
കുട്ടനാടൻ കായൽ തുള്ളിയോടും മീനെ കരിമീനെ നിന്നെ കണ്ട് പുന്നെല്ലുകൾ കൊയ്തുവാ താമര കണ്ണാളെ പൂമാരനെ കണ്ടുവോ കാവിനരികെ മണിമഞ്ചാടിച്ചോ പുള്ള നാണം കൊണ്ടോ പൊന്നെ പുന്നമടക്കായൽ കുട്ടനാടൻ കായൽ തിരതുള്ളും തീരം അലയലയലഞ്ഞൊറിയും ചെറുവയലുകൾ നിറയും തീരം തിര തിര തിരനുരയും ചെറുകായൽ തിരതുള്ളും തീരം അലയലയലഞ്ഞൊറിയും ചെറുവയലുകൾ നിറയും തീരം കുട്ടനാടിന്റെ നാളം ചെറുപരലുകൾ നിറയും മേളം തുയിലുണരും തുടിയുണരും പുതുവഞ്ചി പാട്ടിൻ നീളം കുട്ടനാടിൻ താളം ചെറുപരലുകൾ നിറയും മേളം തുയിലുണരും തുടിയുണരും പുതുവഞ്ചി പാട്ടിൻ നീളം കായൽ തീരം കളകളകളമൊഴുകും കുളിരരുവികളൊഴുകും നാട് തുഴ 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 വീശിപ്പായും വള്ളം കളിയുടെ നാട് കുട്ടനാടിന്റെ താളം ചെറുപരലുകൾ പിടയും മേളം തുയിലുണരും തുടിയുണരും പുതുവഞ്ചിപ്പാട്ടിൻ നീളം പുലരുളി തൂകും വെണ്ണുര തിര ചിന്തും കുഞ്ഞരുവികളോളം കഥ ചൊല്ലും നാട്ടിൽ ചിങ്ങത്തെളിവെയിലും തുമ്പച്ചിരിയഴകും വരവേൽക്കും പൂവേ പൊലിയോണം വരവായി പത്തം പത്തോണം പറനിറകി പൂവേണം കാലത്തെ പൂനുള്ളാൻ പോരൂ നീയും ഓണപ്പാട്ടിന്റെ താളത്തിൽ തുള്ളിയിടാം കൊണ്ടാടാം ആളോരേ ഈ പൊന്നോണം കൊടിയേറി കൊടിപോരാം ഇനി ഉല്ലാസപ്പോത്തിരുവോണം മനമാകെ തുടിതാളം അടിടും ഡും 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 തകിൽ മേളം വന്നേ വന്നോണം കൂടാനേ ആകെ കളറാണ് കൂളാണ് ആന്നെ പൊന്നോണം മൂടാനേ വേറെ ലെവലാണ് വൈബാണ് பாரு நீங்க யாரு நாங்க யாரு கேட்டு பாரு எல்லோரும் இங்க ஒன்று நம்ம போன சூப்பரு மனாட்டை வட்டமிட்டு பாட்டு கேட்டு கூட்டு விட்டு தன்னாட்டை கூட்டு குத்து உணங்குது
കെങ്കേമം ഒരു പിടി പൂ കൊണ്ട് പൂമുറ്റം പൊന്നായെന്നേ. കാലങ്ങൾ പലതത് മാഞ്ഞാലും ഒരു തരി പൂവുണ്ടേലന്നോണം പൂമ്പൊന്നോണം. பாரு நீங்க யாரு நாங்க யாரு கேட்டு பாரு, எல்லோரும் இங்க ஒன்று நம்ம போன சூப்பரு. மதாட்ட மட்டம் விட்டு பாட்டு கேட்டு கூட்டு கிட்டு நாட்டு கூட்டு குத்து. വളരെ നന്നായിട്ടുണ്ട്, മനോഹരമായിരുന്നു. അതെ അതെ, ഇപ്പൊ മനസ്സിലായോ പ്രജകൾക്ക് നമ്മോടുള്ള സ്നേഹം? ആ കുഞ്ഞു മക്കൾ പോലും എന്ത് ഭംഗിയായിട്ട് ആഘോഷിക്കണ, പറയാൻ വാക്കുകളില്ല. ഇത് ഉത്രാടം ഇങ്ങ് എത്തിയില്ലേ, നമുക്ക് പ്രജകളെ നേരിൽ കാണാൻ തിടുക്കായി. നാം ഇതാ യാത്ര തിരിക്കുകയായി. ഞാനും അങ്ങയോടൊപ്പം പോന്നോട്ടെ? അതിനെന്താ, പോന്നോളൂ. സർപ്രൈസ് കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, കിൻഡർഗാർട്ടന്റെ എല്ലാമായ അമ്മ വയസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഋതു മേഡത്തിന്റെ ജന്മദിനാഘോഷം കൂടി ഈ വേളയിൽ ഞങ്ങൾ കൊണ്ടാടുകയാണ്. നമുക്ക് അടിച്ചുകൊടുക്കാം. साल भर में सबसे प्यारा होता है, सौ को आए मेरा कातिल तुमको आज के दिन. I wish you happy happy birthday, happy birthday, happy happy birthday to you. I wish you happy happy birthday, happy birthday, happy happy birthday to you. मेरी मन्नतें पूरी तेरी सभी हसरतें, सारे जहां की खुशी हो तेरी. अब तो यही आरज़ू है मेरी, एक इशारे पे मैं जानता दूंगा तेरे ख्वाबों को हकीकत मैं बना दूंगा. I wish you happy happy birthday, happy birthday, happy happy birthday to you. I wish you happy happy birthday, happy birthday, happy happy birthday to you. I wish you happy happy birthday, happy birthday, happy happy birthday to you. I wish you happy happy birthday, happy birthday, happy happy birthday to you. Happy birthday.
സന്തോഷവും ആരോഗ്യം നിറഞ്ഞ ജീവിതം തുടർന്ന് നേരത്തിലുണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുമയുടെയും നന്മയുടെയും ആ നല്ല കാലത്തിന്റെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയ ഓർമ്മകളുടെ പൂക്കുട നിറച്ച് ഈ കൊച്ചു കൂട്ടുകാർക്ക് നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. CMI കുട്ടിക്കാലത്തെ ഈ ഓണപ്പുലയിൽ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ വേളയിൽ വളരെയേറെ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഓണാഘോഷ പരിപാടിയിലും കുട്ടികളുടെ കലോത്സവമായ മുതിരിയുടെ ഔദ്യോഗിക ലോക പ്രകാശനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായ കുമാരി അനിത സുരേന്ദ്രനെ ഏവരുടെയും പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ എല്ലാ പരിപാടികൾക്കും പിന്തുണയും പ്രോത്സാഹനം നൽകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് കാച്ചപ്പള്ളി അച്ഛനെ ഏവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി ഫാദർ. തങ്ങളുടെ നിറസാന്നിധ്യം കൊണ്ട് എപ്പോഴും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ ശ്രീമതി ഗിരിജ മാഡത്തിനും പ്രധാന അധ്യാപക ശ്രീമതി സിന്ധു മാഡത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ ഓണാഘോഷവും നിവൃത്തിയാക്കാൻ എല്ലാ വ്യക്തികളെയും പ്രോത്സാഹനം നൽകി നമ്മെ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപിക ശ്രീമതി സിന്ധു മാഡത്തിന് സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ കുഞ്ഞു മക്കളുടെ പരിപാടി കണ്ട് ആസ്വദിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഓണാഘോഷം വിജയിക്കുന്നതിനായി ഈ കുട്ടികളെ പരിശീലിപ്പിച്ച് ഒറ്റ കൈകാര്യം പ്രവർത്തിച്ച എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും ചേച്ചിമാർക്കും മറ്റുള്ള സ്റ്റാഫ് അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ല ഓണക്കാലം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ആരോഗ്യത്തിനും ഏവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു.